നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൂടംകുളം ആണവ നിലയത്തിലെ അതീവ രഹസ്യങ്ങൾ ചോർന്നുവെന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഡാർക്ക് വെബിൽ ആണവ നിലയത്തിന്റെ ബ്ലൂ പ്രിന്റും രൂപരേഖയും ഘടനയും കൂടാതെ നിരവധി ഫയലുകളിലെ വിവരങ്ങളുമാണ് എത്തിയിരിക്കുന്നത്. ഈ ആണവ നിലയത്തിന് നേരെ ഇതിനു മുൻപും സൈബർ അറ്റാക്ക് നടന്നിട്ടുണ്ട്. നിരന്തരമായി ഒരു ഗ്രൂപ്പ് ഈ ആണവ നിലയം ലക്ഷ്യം വെക്കുകയാണ്. രാജ്യത്തിന് പുറത്തിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ രാജ്യത്തിനകത്തിരുന്നു കൊണ്ടോ ഒരു ഗ്രൂപ്പ് കൂടംകുളം ആണവ നിലയം ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടെത്താനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘങ്ങൾ കടക്കുന്നു. നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയമാണ് തമിഴ്നാട്ടിലെ കൂടംകുളം. ആണവോർജ പദ്ധതിയുടെ സുരക്ഷയെ ബാധിക്കുന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള രേഖകളാണ് ചോർന്നിരിക്കുന്നത്. റോയിട്ടേഴ്സ് ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. പ്ലാന്റിലെ വിവിധ സൗകര്യങ്ങളുടെ രൂപരേഖകളും വിതരണക്കാരുടെ വിവരങ്ങളും അടങ്ങുന്ന 19,000-ഓളം നിർണായക ഫയലുകളാണ് വേൾഡ് ലീഗ്സ് എന്ന സൈബർ കുറ്റവാളി സംഘം ഇന്റർനെറ്റിലെ കരിഞ്ചന്തയായ ഡാർക്ക് വെബിൽ പരസ്യപ്പെടുത്തിയിരിക്കുന്നത്. പ്ലാന്റിന്റെ പ്രധാന കരാറുകാരിലൊന്നായ അനിൽ അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള റിലയൻസ് ഗ്രൂപ്പിന്റെ ഡാറ്റാ സെർവറിൽ നിന്നാണ് ഈ വിവരങ്ങൾ ചോർന്നിരിക്കുന്നത്. തങ്ങളുടെ സെർവറിൽ ചെറിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായതായി റിലയൻസ് ഗ്രൂപ്പ് ഔദ്യോഗികമായി സമ്മതിച്ചിട്ടുണ്ട്. ഈ വിവരം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. എന്നാൽ കൃത്യമായി ഏതൊക്കെ വിവരങ്ങളാണ് ചോർന്നത് എന്ന് വെളിപ്പെടുത്താൻ കമ്പനി തയ്യാറായിട്ടില്ല. രാജ്യത്തിന്റെ ആണവോർജ ശേഷി വലിയ തോതിൽ വർദ്ധിപ്പിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രധാന പദ്ധതികളുടെ കേന്ദ്ര ബിന്ദുവായ കൂടംകുളത്തുണ്ടായ ഈ ചോർച്ച ആണവ നിലയത്തിന്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായേക്കും എന്നാണ് അന്താരാഷ്ട്ര ആണവ സുരക്ഷാ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇത്തരം സൈബർ ഭീഷണികളെ നേരിടാൻ പല ഇന്ത്യൻ കമ്പനികളും ഇന്നും സജ്ജമല്ല എന്നതിന്റെ തെളിവാണ് ഇതെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഹൈക്കോടതികളും സർക്കാരുകളും തമ്മിലുള്ള ആശയവിനിമയങ്ങളിൽ ആണവ സുരക്ഷയെക്കുറിച്ച് നിർദ്ദേശം നൽകുന്ന ന്യൂക്ലിയർ ത്രെട്ട് ഇനിഷ്യേറ്റീവ് സംഘടനയുടെ സീനിയർ ഡയറക്ടർ നിക്കോളാസ് റോത്ത് ഈ ചോർച്ചയെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ചോർന്ന രേഖകൾ 2016 മുതൽ 2025 പകുതി വരെയുള്ള കാലയളവിലേതാണെന്ന് പ്രാഥമിക വിലയിരുത്തലുകൾ ഉണ്ടെങ്കിലും അവയുടെ വിശ്വാസ്യത പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മീറ്റിംഗുകളുടെ വിവരങ്ങൾ, പരിശോധനാ റെക്കോർഡുകൾ, ഉപകരണങ്ങളുടെ അവലോകനങ്ങൾ, ഇൻഷുറൻസ് പോളിസികൾ എന്നിവയെല്ലാം ചോർന്ന ഫയലുകളിൽ ഉൾപ്പെടുന്നുണ്ട്. റിലയൻസ് ഗ്രൂപ്പിന്റെ ആകെ 8.5 ലക്ഷത്തിലധികം ഫയലുകൾ ഹാക്കർമാരുടെ പക്കലുണ്ടെന്നാണ് വിവരം. ഇതിലേറ്റവും നിർണായകമായ 19,000 ഫയലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. റിലയൻസ് ഗ്രൂപ്പിന്റെ അനുബന്ധ സ്ഥാപനമായ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ കൂടംകുളം നിലയത്തിന്റെ 3-4 യൂണിറ്റുകളുടെ നിർമ്മാണ കരാർ 2018 സ്വന്തമാക്കിയിരുന്നു. നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഈ 2 യൂണിറ്റുകളും 2027ഓടെ പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവ രണ്ടും കൂടി ആകെ 2000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളവയാണ്. ഈ ഡേറ്റ ചോർച്ചയെക്കുറിച്ച് ഇന്ത്യയുടെ പ്രധാന സൈബർ സുരക്ഷാ ഏജൻസിയായ സെർട്ടിൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റിലയൻസ് ഗ്രൂപ്പിന്റെ വിവരങ്ങൾ സൂക്ഷിച്ചിരുന്ന യോട്ട എന്ന കമ്പനിയുടെ സെർവറിൽ കഴിഞ്ഞ മെയ് 29 തന്നെ സംശയാസ്പദമായ ഇടപെടലുകൾ കണ്ടെത്തിയിരുന്നു. അന്ന് തന്നെ ആ സൈബർ ആക്രമണം നടന്നതായും റാൻസംവെയർ ഭീഷണി ഒഴിവാക്കിയതായും യോട്ട കമ്പനി വ്യക്തമാക്കുന്നു. എന്നാൽ ജൂൺ അവസാനത്തോടെ തങ്ങളുടെ വിവരങ്ങൾ ചോർന്നതായി റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ അറിയിക്കുകയായിരുന്നു. ഹാക്കർമാരുടെ അവകാശവാദം പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ആവശ്യമായ സാങ്കേതിക വിവരങ്ങൾ റിലയൻസിന് കൈമാറിയിട്ടുണ്ടെന്നും അന്വേഷണത്തിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും യോട്ട അധികൃതർ അറിയിച്ചു. ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസോ ആണവോർജ വകുപ്പോ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇന്ത്യയിലെ വൻകിട കമ്പനികളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ മോചനദ്രവ്യം ആവശ്യപ്പെടുകയും പണം നൽകാത്ത പക്ഷം വിവരങ്ങൾ ചോർത്തുകയും ചെയ്യുന്ന കുപ്രസിദ്ധ ഹാക്കർമാരാണ് വേൾഡ് ലീഗ്സ്. മുൻപ് ടാറ്റ ഗ്രൂപ്പിൽ നിന്നും ആപ്പിൾ, ടെസ്ല കമ്പനികളുടെ രൂപരേഖകൾ ഇവർ ചോർത്തിയിരുന്നു. അന്ന് ടാറ്റ ഗ്രൂപ്പ് പണം നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് വിവരങ്ങൾ പുറത്തുവിട്ടത് എന്നാണ് ഹാക്കർമാർ പറയുന്നത്. റഷ്യൻ കമ്പനിയായ റോസാറ്റം കൈകാര്യം ചെയ്യുന്ന ആണവ റിയാക്ടറിന്റെ പ്രധാന പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന രേഖകൾ ഒന്നും തന്നെ ഇപ്പോഴത്തെ ചോർച്ചയിൽ ഉൾപ്പെട്ടിട്ടില്ല. എന്നാൽ നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന കൂടംകുളത്തെ 3-4 യൂണിറ്റുകളിലെ തണുപ്പിക്കൽ സംവിധാനങ്ങളുടെയും കാറ്റോട്ട നിയന്ത്രണ സംവിധാനങ്ങളുടെയും രൂപരേഖകളും കൂടാതെ പ്രധാന കൺട്രോൾ റൂമിന്റെ പൂർണ്ണമായ ഘടനയും ചോർന്നവയിൽ ഉൾപ്പെടുന്നുണ്ട്. പ്ലാന്റിലേക്ക് സാധനങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികളുടെ പട്ടികയും നിർമ്മാണ വിലയിരുത്തൽ യോഗങ്ങളുടെ വിവരങ്ങളും ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ ഇൻഷുറൻസ് തുകയായി
$112 മില്യൺ ലഭിക്കാനുള്ള പോളിസി രേഖകളും ചോർന്നിട്ടുണ്ട്. ഈ വിവരങ്ങൾ ശത്രുക്കളുടെയോ അക്രമികളുടെയോ കയ്യിലെത്തിയാൽ അവർക്ക് ആണവ നിലയത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളും പ്ലാന്റിന്റെ ഘടനയും എളുപ്പത്തിൽ മനസ്സിലാക്കാനും സുരക്ഷാ വീഴ്ചകൾ കണ്ടെത്താനും സാധിക്കുമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. കൂടംകുളം ആണവ നിലയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രണ്ടാമത്തെ സൈബർ സുരക്ഷാ വീഴ്ചയാണിത്. നേരത്തെ 2019 പ്ലാന്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ശൃംഖലയിൽ വടക്കൻ കൊറിയൻ ഹാക്കർമാരുടെ മാൽവെയർ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. അന്ന് പ്രധാന സിസ്റ്റങ്ങളെ ഇതൊന്നും ബാധിച്ചിട്ടില്ല എന്നായിരുന്നു വിശദീകരണം. ലോകത്തെ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണങ്ങൾ നേരിടുന്ന രാജ്യങ്ങളിൽ അമേരിക്കയ്ക്കും ഫ്രാൻസിനും പിന്നിൽ 3-ാം സ്ഥാനത്താണ് ഇപ്പോൾ ഇന്ത്യ. കഴിഞ്ഞ വർഷം മാത്രം ഇന്ത്യയിൽ ഏകദേശം 3 കോടിയോളം അക്കൗണ്ടുകളാണ് ചോർത്തപ്പെട്ടത്. ഇന്ത്യയിലെ 204 പ്രധാന സ്ഥാപനങ്ങളിൽ നടത്തിയ സർവേയിൽ 73% സ്ഥാപനങ്ങൾക്കും തങ്ങൾ എപ്പോഴെങ്കിലും സൈബർ ആക്രമണത്തിന് ഇരയായിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതായത് ഇവിടെ ഭയക്കേണ്ടുന്ന ഒരു കാര്യം, ഒരു സൈബർ ആക്രമണം നടന്നാൽ അത് തിരിച്ചറിയാൻ പോലും പല കമ്പനികൾക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. പല വിവരങ്ങളും ഇങ്ങനെ സൈബർ സ്പേസുകളിൽ, ഡാർക്ക് വെബുകളിൽ കിടന്ന് കറങ്ങുകയാണ്. കൂടംകുളം ആണവ നിലയം അതൊരു നിസ്സാര പ്ലാന്റ് അല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയങ്ങളിൽ ഒന്നുകൂടിയാണ് കൂടംകുളം. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ചോരുന്ന വിവരങ്ങൾ അത്ര നിസ്സാരമല്ല. ഡാർക്ക് വെബിൽ അത് എത്തിയിട്ടുണ്ടെങ്കിൽ വലിയ തിരിച്ചടി തന്നെയാണ് എന്ന് വിദഗ്ധർ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെ ഫയലുകളാണ് ചോർത്തപ്പെട്ടത് എന്നുള്ളതിലൊക്കെ കൂടുതൽ അന്വേഷണം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.